ഫൈസൽ സാർ, വേദിയിലും സദസ്സിലും നിൽക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, നാട്ടുകാരെ, വിദ്യാർത്ഥികളെ, ബ്രൈറ്റ് അക്കാദമി സംഘടിപ്പിച്ച കുട്ടികളും അവധിക്കാലം എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള സെമിനാറിലാണ് നമ്മളെല്ലാവരും ഒത്തുകൂടിയിട്ടുള്ളത്. ഈ വിഷയത്തിൽ 2 വാക്ക് സംസാരിക്കാൻ അവസരം തന്ന ഇതിൻ്റെ സംഘാടകരെ ഞാൻ നന്ദി അറിയിക്കുന്നു. കുട്ടികളും അവധിക്കാലം എന്ന വിഷയം വെക്കേഷൻ കഴിഞ്ഞപ്പോൾ 2 മാസത്തേക്ക് അവധി വരാൻ പോവുകയാണ് നമ്മൾ കുട്ടികൾക്ക്. അപ്പോൾ കുട്ടികളുടെ അവധിക്കാലം എന്ന് പറഞ്ഞാൽ പലതരം അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പല നിലക്കും അതിനൊക്കെ കുട്ടികളെ നമ്മൾ രക്ഷിതാക്കൾ പരമാവധി ശ്രദ്ധിക്കണം. പിന്നെ കുട്ടികളെ പലർക്കും ഒരുവിധം കുട്ടികൾക്ക് ഇപ്പോൾ രാവിലെ ചായ പിടിച്ച് പോയാൽ പിന്നെ കളി തന്നെയാണ്, ഉച്ചയായിട്ടും ചിലപ്പോൾ എത്തി കാണില്ല. അപ്പോൾ കുട്ടികളെ നമ്മൾ ചേർത്ത് പിടിച്ച് കുട്ടികളെ കുടുംബ ബന്ധം പുലർത്താനൊക്കെ പറ്റിയ അവസരമാണ് ഈ അവധിക്കാലം. ബന്ധങ്ങളൊന്നും കുട്ടികൾക്ക് ഒരുവിധം അറിയില്ല. അപ്പോൾ കുടുംബങ്ങളൊക്കെ പോയി പരിചയപ്പെടുത്താം. അതുപോലെ എന്തെങ്കിലും കലാപരമായിട്ടുള്ള ഇതിലൊക്കെ ചേർത്തി അവർക്ക് ആ 2 മാസം അതിലൂടെയും അവർ കാര്യങ്ങൾ മനസ്സിലാക്കി കുറച്ച് സമയം കളിക്കാനും വിട്ട് അങ്ങനെ എല്ലാവരും നിലക്ക് കുട്ടികളെ നമ്മളെ ശ്രദ്ധയിൽ തന്നെ വളർത്തിക്കൊണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ രക്ഷിതാക്കളായ നമുക്ക് കുട്ടികളെ നമ്മൾ എന്തെങ്കിലും ചെറിയൊരു വീട്ടിൽ വരെ ക്ലാസ് തട്ടി വീടുകയോ എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടായ കുട്ടികൾ നമ്മൾ ശകാരിക്കുന്ന സ്വഭാവക്കാരാണ് നമ്മളെല്ലാവരും. അത് കുട്ടികളിലൊരു മാനസികമായ പ്രശ്നം ഉണ്ടാക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചെറിയൊരു ഉദാഹരണ സ്ഥിതിക്ക് ഒരു ഉപ്പയും മക്കളുമായിട്ട് നല്ല സ്നേഹബന്ധത്തിലും കൂട്ടുകാരെ പോലെ കഴിയുന്നൊരു ഫാമിലി ഉണ്ടായിരുന്നു. ആ വാപ്പ ഒരു പുതിയ കാറെടുത്ത് കുട്ടികളെ കൊണ്ട് ടൂർ പോകാൻ ഉദ്ദേശിച്ച് കുട്ടികളെ കൊണ്ട് യാത്ര പോയി. അപ്പോൾ യാത്രയെല്ലാം കണ്ട് ആസ്വദിക്കുന്നതിനിടയിൽ ചെറിയ കുട്ടി പുതിയ കാറിൽ എന്തൊക്കെ വരക്കുന്നതായിട്ട് പല ശ്രദ്ധയിൽപ്പെട്ടു. ഏതായാലും എന്തൊരു കമ്പി കൊണ്ടെന്തോ ആണ് കുട്ടിയെ വരച്ചിട്ടുള്ളത്. ഓടിച്ചെന്ന് ഉപ്പ അവനെ ആ കമ്പ് പിടിച്ചു വാങ്ങി ശക്തമായി അടിച്ച് അവൻ്റെ 2 വിരലിനാണ് വ്യക്തമായി അടിച്ചത്. ആ അടി കൊണ്ട് കുട്ടി നല്ല കരച്ചിലായിരുന്നു. അങ്ങനെ കരച്ചിൽ നിർത്താൻ കഴിയുന്നില്ല. കുട്ടീനെ കൊണ്ട് അവസാനം ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. ഹോസ്പിറ്റലിൽ പോയി കുട്ടീനെ ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു, കുട്ടിയുടെ 2 വിരലിൻ്റെ ശേഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഈ ചലിക്കാൻ കഴിയില്ല. അങ്ങനെ ഇത് കേട്ട് അവൻ്റെ ഉപ്പ ഭയങ്കര വിഷമത്തിലായി. അങ്ങനെ ICUവിൻ്റെ ഗ്ലാസ്സിന് മുന്നിൽ ഇങ്ങനെ കുട്ടീനെ നോക്കുമ്പോൾ കുട്ടി ഉപ്പാനെ നോക്കി ചിരിക്കുകയാണ്. അങ്ങനെ ഈ സങ്കടം കണ്ടിട്ട് ഇപ്പോൾ ഓടി വണ്ടിയുടെ അടുത്തുനിന്ന് വളരെ ദുഃഖിതനായി സങ്കടപ്പെട്ടതിനിടയിൽ എന്താണ് ഇവൻ ചെയ്തതെന്നുള്ള ഇങ്ങനെ ഒന്ന് പരതി നോക്കിയപ്പോൾ ഇവൻ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്, എനിക്ക് ഉപ്പാൻ അങ്ങേയറ്റ സ്നേഹമാണ്. അതിന് ഇംഗ്ലീഷിൽ എന്താണ്? ഐ ലവ് മൈ ഫാദർ എന്നാണ് അവൻ എഴുതി വെച്ചിട്ടുള്ളത്. ഇത് കണ്ടപാട് ഉപ്പ പെട്ടെന്ന് ഷെക്കായി ആകെ പിന്നെ അങ്ങനെ അവിടുന്ന് കൂടുതൽ കാലം ജീവിച്ചിട്ടില്ല എന്നാണ് അതിൽ പറയുന്നത്. അപ്പോൾ കുട്ടികൾ എന്തെങ്കിലും ഒരു ചെറിയ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഒരു 5-10 മിനിറ്റ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്താൽ നമുക്ക് ക്ഷമിക്കാൻ കഴിയും. അതുപോലെ നമുക്ക് ചിലപ്പോൾ ഉപ്പാർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. കുട്ടികളെ ബുദ്ധി അത് വേറെ ലെവലിലാണ്. അപ്പോൾ അതിന് മനസ്സിലാക്കി നമ്മൾ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരണം.
എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇനിയും ആളുകൾ ഇവിടെ സംസാരിക്കാനുണ്ട്. അവർ